Overview of optical fiber communication. History of optical fiber communication. Optical fiber communication owes its discovery to many researchers from 1880 until today. In 1977, a small city in Italy by the name of Torino was the first to get a metropolitan fiber optic communication system. Today, the technology has been developed to provide data transfer speeds of 1 petabit per second. To put that in perspective, that kind of speed will allow you to transfer 5000 HD movies in 1 second. History of optical fiber communication. 1977 ഇറ്റലിയിലുള്ള ഒരു സ്മോൾ സിറ്റി ടൊറിനോ പറഞ്ഞിട്ടുള്ള ഒരു നെയിമുള്ള സിറ്റിയിലാണ് ഫസ്റ്റായിട്ട് മെട്രോപൊളിറ്റൻ ഫൈബർ ഒപ്റ്റിക് സിസ്റ്റം വരുന്നത്. ഈ ഒരു കാലത്ത് ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡിനൊക്കെ വളരെയധികം ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. $5000 മൂവീസ് ഒരു സെക്കൻഡിൽ അയക്കാൻ തരത്തിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് നമ്മൾ ഈ ഒരു പ്രസൻറ്റ് കാലഘട്ടത്തിലുണ്ട്. What is optical fiber communication? If you have seen one of the following decorative pieces in your house or anywhere, then you have seen a very basic fiber optic cable. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ? ഈ ഫിഗറിലുള്ള പോലത്തെ ഒരു ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക് കേബിൾ കണ്ടിട്ടുണ്ട്. ദ ലൈറ്റ് ഈസ് ബ്രൈറ്റർ അറ്റ് ദ എൻഡ് ബിക്കോസ് ദാറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഓഫ് ദ കേബിൾ. ഈ ഒരു പിക്ചറിൽ എന്ന് പറയുന്നത് ഈ ലൈറ്റ് എൻഡിൽ ബ്രൈറ്ററാണ്. ലൈറ്റ് ആ ഒരു ഓപ്പണിംഗ് ഓഫ് ദി കേബിളിൻ്റെ അവിടെ ലൈറ്റ് ബ്രൈറ്ററാണ്. ദ സെയിം പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് ട്രാൻസ്മിഷൻ ഇസ് യൂസ് ടു ട്രാൻസ്ഫർ ഡാറ്റ ഗിവിംഗ് റൈസ് ടു എ വോൾ ന്യൂ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സെയിം പ്രിൻസിപ്പിളാണ് ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ ഉപയോഗിക്കുന്നത്, ഈ ഒരു ന്യൂ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്നത്. ഫാൻസി ഫൈബർ ഒപ്റ്റിക് ലാമ്പ്. The cables used for actual communication are a bit different from your fancy lamp. They are protected within a thick cable and are manufactured using unique processes to increase their lifespan. Fancy fiber optic lamp. ഈ ഒരു കേബിൾസ് ശരിക്കുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന കേബിൾസ് ഈ ഒരു കേബിളുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കേബിള് ഒരു തിക്ക് സാധനത്തിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡാണ്, ഒരു തിക്ക് കേബിളിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡാണ്. അത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു പ്രൊട്ടക്റ്റഡ് കേബിളിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുക. Optical fiber communication is a method of transmitting data in the form of light using special cables or fibers made out of glass. The light source is usually a laser or an LED. Optical fiber communication എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ്, ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതും ഇൻ ദ ഫോം ഓഫ് ലൈറ്റിൻ്റെ ഫോമിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ കേബിൾസ് അല്ലെങ്കിൽ ഫൈബേഴ്സ്, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനത്തിൻ്റെ ഇതിനാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ലൈറ്റ് സോഴ്സ് ഇസ് യൂഷ്വലി എ ലേസർ ഓർ എ LED. അതിൻ്റെ സോഴ്സ്, ലൈറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു ലേസറാവാം അല്ലെങ്കിൽ LED ആവാം. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. Fiber optic communication is a method of transmitting information from one place to another by sending pulses of infrared light through an optical fiber. The light is a form of carrier wave that is modulated to carry information. Fiber is preferred over electrical cabling when high bandwidth, long distance or immunity to electromagnetic interference is required. This type of communication can transmit voice, video, or telemetry through local area networks or across long distance.
ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു മെത്തേഡ്, ഇൻഫർമേഷൻ ഒരു സ്ഥലത്തുനിന്നും ഇൻഫ്രാറെഡ് ലൈറ്റ് വഴി ഒപ്റ്റിക്കൽ ഫൈബർ വഴി മറ്റൊരു സ്ഥലത്തേക്ക് പൾസസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നതിനാണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് കാരിയർ വേവ് ആണ്. അത് ഇൻഫർമേഷൻ ക്യാരി ചെയ്യും. ഫൈബർ ഇലക്ട്രിക്കൽ കേബിളിംഗ് ആണ്. ഹൈ ബാൻഡ് വിഡ്ത്ത് വേണമെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി അതിൻ്റേതായ ഒരു ഇത് കൂട്ടണമെങ്കിലൊക്കെ ഫൈബർ ഇലക്ട്രിക്കൽ കേബിളിംഗ് ആണ് നടത്തിയത്. ഈ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വോയിസ്, വീഡിയോ അങ്ങനെ പലതും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് by many telecommunication companies to transmit telephone signals, internet communication and cable television signals. ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ളൊരു സാധനം ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെ പല തരത്തിലുള്ള സാധനത്തിന്, ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനിൽ ടെലിഫോൺ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഇൻ്റർനെറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ, കേബിൾ ടെലിവിഷൻ സിഗ്നൽസിൽ പല തരത്തിലും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. Researchers at Bell Labs have reached a record bandwidth distance product of over 100 petabit kilometers per second using fiber optic communication. This is optical fiber communication. The communication system of fiber optics is well understood by studying the parts of sections of the major elements of an optical fiber communication systems are shown in the following figure. ഈ ഒരു ഫിഗറിൽ നമ്മൾ ഒരു മേജർ എലമെൻറ്റ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഫിഗർ വഴി കാണിക്കുന്നത്. ദ ബേസിക് കമ്പോണൻസ് ആർ ലൈറ്റ് സിഗ്നൽ ട്രാൻസ്മിറ്റർ, ദ ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് ദ ഫോട്ടോ ഡിറ്റക്റ്റിംഗ് റിസീവർ. ഇതിൻ്റെ ഒരു ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ലൈറ്റ് ട്രാൻസ്മിറ്റർ, ഒപ്റ്റിക്കൽ ഫൈബർ, പിന്നെ ഫോട്ടോ ഡിറ്റക്റ്റിംഗ് റിസീവറാണ്. ദ അഡീഷണൽ എലമെൻറ്റ്സ് സച്ച് ആസ് ഫൈബർ ആൻഡ് കേബിൾ സ്പ്ലൈസേഴ്സ് and connectors, regenerators, beam splitters and optical amplifiers are employed to improve the performance of the communication systems. ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് അതായത് ഫൈബർ, കേബിൾ സ്പ്ലൈസേഴ്സ്, കണക്റ്റേഴ്സ്, റീജനറേറ്റേഴ്സ്, ബീം അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ഫിഗർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മൾ ഫങ്ഷണൽ അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ദ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഇസ് ഹയർ ദാൻ ദ മെറ്റൽ കേബിൾസ്. ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഫൈബർ ഒപ്റ്റിക് കേബിൾസിൻ്റെത് മറ്റ് മെറ്റൽ കേബിൾസിനെക്കാട്ടും ഹയർ ആണ്. ദ എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ഇസ് ഹയർ ഇൻ ഫൈബർ ഒപ്റ്റിക് കേബിൾസ്. ഡാറ്റ ട്രാൻസ്മിഷൻ്റെ എമൗണ്ട് ഹയർ ആണ് ഫൈബർ ഒപ്റ്റിക് കേബിൾസിൽ. പവർ ലോസ് ഇസ് വെരി ലോ ആൻഡ് ഹെൻസ് ഹെൽപ്ഫുൾ ഇൻ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. പവർ ലോസ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഫൈബർ ഒപ്റ്റിക് കേബിൾസ് പ്രൊവൈഡ് ഹൈ സെക്യൂരിറ്റി ആൻഡ് കനോട്ട് ബി ടേപ്ഡ്. ഈ ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് ഭയങ്കര ഹൈ സെക്യൂരിറ്റിയിലാണ്. ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആർ മോസ്റ്റ് സെക്യൂർ വേ ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളൊരു വേ തന്നെയാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾസ്. ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആർ ഇമ്മ്യൂൺ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ദീസ് ആർ നോട്ട് എഫക്റ്റഡ് ബൈ ഇലക്ട്രിക്കൽ നോയ്സ്. ഈ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഒരു ഇലക്ട്രിക്കൽ നോയ്സുമായിട്ട് എഫക്റ്റഡ് അല്ല. നെക്സ്റ്റ് ഇസ് physical advantages. The capacity of these cables is much higher than copper wire cables. Though the capacity is higher, the size of cable doesn't increase like it does in copper wire cabling system. The space occupied by these cables is much less. The weight of these FOC fiber optic cables is much lighter than the copper ones. Since these cables are dielectric, no spark hazards are present. These cables are more corrosion resistant than copper cables as they are bent easily and are flexible. The raw material for the manufacture of fiber optic cables is glass, which is cheaper than copper. Fiber optic cables are last longer than copper cables. കോപ്പർ വയർ കേബിൾസിനെക്കാട്ടും കപ്പാസിറ്റി വളരെ ഹൈ ആണ് ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾസിന്.
കപ്പാസിറ്റി ഹയർ ആയതുകൊണ്ട് തന്നെ സൈസ് ഓഫ് കേബിൾസ് ഇൻക്രീസ് ചെയ്യൂല. കോപ്പർ വയർ പോലെ ഇൻക്രീസ് ചെയ്യൂല. ഈ ഒരു കേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. കോപ്പറിനെ സംബന്ധിച്ച് നോക്കുമ്പം FOC അതായത് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് വളരെ ലൈറ്ററാണ്. സ്പാർക്ക് വര അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ബിക്കോസ് ദീസ് കേബിൾസ് ആർ ഡൈ ഇലക്ട്രിക്. ഈ ഒരു കേബിൾ കോപ്പർ കേബിൾസിനെ കമ്പയർ ചെയ്യുമ്പം ദേ ക്യാൻ ബെൻഡ് ഈസിലി, ഫ്ലെക്സിബിളാണ്. ഫൈബർ ഒപ്റ്റിക് കേബിൾസിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതായത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ കോപ്പറിനെക്കാട്ടും ചീപ്പറാണ് ഗ്ലാസ്. കോപ്പർ കേബിൾസിനെ കാട്ടും ഫാസ്റ്റ് ലൈഫ് സ്പാൻ കൂടുതലാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾസിന്. Next is disadvantages. Although fiber optics offer many advantages, they have the following drawbacks. Though fiber optics cables last longer, the installation cost is high. ഈ ഒരു ഫൈബർ ഒപ്റ്റിക്സിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് കുറേ ഡ്രോബാക്സും ഉണ്ട്. അതായത് ഫൈബർ ഒപ്റ്റിക് കേബിൾ ലോങ്ങറായിട്ട് ലാസ്റ്റ് ചെയ്യും, ലൈഫ് സ്പാൻ കൂടുതലായതുകൊണ്ട് തന്നെ. ബട്ട് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആണ്. ദ നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സ് ആർ ടു ബി ഇൻക്രീസ്ഡ് വിത്ത് ദ ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കൂടുന്നതുകൊണ്ട് തന്നെ ഇത് ഒരു റിപ്പീറ്റേഷൻ വേണം. ഇതിൻ്റെ നമ്പർ ഓഫ് കേബിൾസ് അങ്ങനെ കൂടണം. ദേ ആർ ഫ്രജൈൽ ഇഫ് നോട്ട് എൻക്ലോസ്ഡ് ഇൻ എ പ്ലാസ്റ്റിക് ഷീറ്റ്. ഹെൻസ് മോർ പ്രൊട്ടക്ഷൻ ഇസ് നീഡഡ് ദാൻ കോപ്പർ വൺസ്. ഒരു കോപ്പർ കേബിളിനെക്കാട്ടും പ്രൊട്ടക്ഷൻ കൂടുതൽ ഈ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾസിന് നമ്മൾ കൊടുക്കണം. Next, applications of fiber optics. The optical fibers have many applications. Some of them are used in telephone systems, submarine cable networks, used in data link for computer networks, used in CCTV surveillance cameras, used for connecting fire, police and other emergency services, used in hospitals, schools and traffic management system. They have many industrial uses and also used in heavy duty constructions. ഈ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത് ടെലിഫോൺ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, സബ്മറൈൻ കേബിൾ നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡാറ്റ ലിങ്കിന് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ CCTV സർവൈലൻസ് ക്യാമറയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാധനം പോലീസ് എമർജൻസി സർവീസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ, സ്കൂൾസ് ആൻഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും ഈ ഒരു ഫൈബർ ഒപ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ഹാവ് മെനി ഇൻഡസ്ട്രിയൽ യൂസസ്. ഇതിനൊരു പലതരത്തിൽ ഇൻഡസ്ട്രിയൽ യൂസസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഹെവി ഡ്യൂട്ടി കൺസ്ട്രക്ഷൻസിനും ഒക്കെ ആയിട്ട് ഈ ഫൈബർ ഒപ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.